أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم أمة محمد صلى الله عليه وسلم. الله سبحانه وتعالى നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശ്വസിയ നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ പള്ളികളുടെ ചുറ്റുപാടും കബറടക്കപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിശുദ്ധമായ ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വലിയ ഒരു പരിശ്രമത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഒരു ദിനം. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ചെറിയ പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് എല്ലാവരും കടന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ റമളാൻ മാസത്തിൽ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ഇതുപോലെയുള്ള മാസങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാ വർഷവും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പരിശുദ്ധമായ റമളാൻ വരുമ്പോൾ ഇസ്തിഗ്ഫാർ പറയുകയും ഖത്മുൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ആ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും അതിന് പരിസമാപ്തി എന്ന രീതിയിൽ വിശുദ്ധമായ റമളാനിന്റെ അവസാന ദിനങ്ങളിൽ അത് മുഴുവനും ഹദിയ ചെയ്തുകൊണ്ട് 6ാമത്തെ വർഷമാണ് ഇങ്ങനെയുള്ള ഈ ഒരു മജ്ലിസ് നടക്കുന്നത്. അല്ലാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ ഓരോ വർഷവും വിശുദ്ധമായ റമളാനിന്റെ 27-ലോ അല്ലെങ്കിൽ 29-ലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമയങ്ങളിൽ അൽഹംദുലില്ലാഹ് അതെല്ലാം ഹദിയ ചെയ്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കോടിക്കണക്കിന് സ്വലാത്തുകൾ പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് അത് മുഴുവനും മുത്തുനബിയുടെ റൗളയിലേക്ക് നമ്മൾ ഹദിയ ചെയ്ത് ദുആ ചെയ്യാറുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷവും അതിന്റെ 6ാമത്തെ വർഷം ഒരുപാട് സഹോദരങ്ങളെ, സഹോദരിമാർ ദുആ കൊണ്ട് ഉസ്താദേ ഞാൻ ഇത്ര ഖത്ം ഓതിയിട്ടുണ്ട്, ഞാൻ ഇത്ര ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്രയും ഇഖ്ലാസ് പാരായണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ഓതി അതിന്റെ കണക്കുകളൊക്കെ ഏൽപ്പിച്ച് ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓതിയത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ദിവസം, വിശുദ്ധമായ റമളാൻ നമ്മൾ എന്ന് വിട പറഞ്ഞു വലിയ സങ്കടത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആഇക്ക് ഇജാബത്തുള്ള ഒരു ദിവസമാണ് പെരുന്നാളിന്റെ തലേ ദിവസം. ഇന്നത്തെ രാത്രിയിലെ ദുആഇക്ക് ഇജാബത്തുണ്ട്. ഈ ഒരു മാസകാലത്ത് ചെയ്തു പോയ എല്ലാ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം തരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ രാത്രി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പെരുന്നാളിന്റെ പുതുവസ്ത്രം വാങ്ങുവാനും മറ്റുള്ള കാര്യങ്ങളുമായി എല്ലാവരും തിരക്കില. ഫിത്ർ സക്കാത്ത് കൊണ്ട് കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും എല്ലാവരും തിരക്കിലായിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പ്രഭാഷണത്തിന് സമയമില്ല. ദുആയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും പെരുന്നാളിന്റെ സന്തോഷത്തിലാണ്. നാം മനസ്സിലാക്കേണ്ടത്, ആ സന്തോഷത്തിന്റെ വേളയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞുപോയ റമളാൻ, നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ റമളാനിനെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് റമളാൻ തീർന്നു കഴിഞ്ഞാൽ 6 മാസക്കാലം അവരുടെ ദുആ, അല്ലാഹുവേ വിശുദ്ധമായ റമളാനിൽ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് 6 മാസക്കാലം അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ.
ആ 6 മാസക്കാലം അവർ അല്ലാഹുവിനോട് റമളാനിൽ ഞാൻ ചെയ്ത നിസ്കാരങ്ങൾ, ഞാൻ കൊടുത്ത സദക്ക, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ പറഞ്ഞ അദ്കാറുകൾ, ഇത് മുഴുവനും നീ സ്വീകരിക്കണേ എന്ന് പടച്ചവനോട് അവർ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് റമളാൻ തീർന്നത് നമ്മൾ സന്തോഷത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ വിശുദ്ധമായ റമളാൻ, ആ റമളാൻ ഒരു മാസക്കാലം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന അള്ളാഹുവിന്റെ അതിഥിയ, ആ അതിഥിക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും സ്നേഹവും സ്ഥാനവും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു വിരുന്നുകാരൻ മടങ്ങി പോകുമ്പോൾ, ആ വിരുന്നുകാരനെ യാത്രയാക്കുമ്പോൾ വന്നവൻ പോലും വല്ലാത്ത സങ്കടപ്പെട്ടുകൊണ്ട് പിരിയാൻ കഴിയാത്ത വേദനയോടെ ആ പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന രീതിയിൽ വേണം. എത്ര പേരാണ് യാത്രയാക്കിയത്? പരിശുദ്ധമായ റമളാൻ നാളെ പെരുന്നാളാണെന്നറിഞ്ഞപ്പോൾ സങ്കടത്തോടെ പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാസീൻ ഓതി റമളാനിനെ യാത്രയാക്കി എത്ര പേരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതി നാളെ നമ്മളെല്ലാം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പരിശുദ്ധമായ റമളാൻ നമ്മളെ തിരിച്ചറിയുമോ? ആ റമളാൻ നമ്മളെ തേടി വരുമോ? ആ റമളാൻ നമ്മുടെ കൈപിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക്, റയ്യാൻ എന്ന് പറയുന്ന വാതിലിലൂടെ നമ്മളെ സ്വർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമോ? ഈ ഒരു ടെൻഷനാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ആ പരിശുദ്ധമായ റമളാനിനെ യാത്രയാക്കിയാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ ആ റമളാനിനെ യാത്രയാക്കിയവരെ ഒരിക്കലും റമളാൻ മറന്നു പോകില്ല. ഈ റമളാനിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തവർ, ബഹുമാനം കൊടുത്തവർ, സ്നേഹം കൊടുത്തവർ, പരിഗണിച്ചവർ അൽഹംദുലില്ലാഹ് ഒരിക്കലും മറന്നു പോകാത്ത ഒരു സൽക്കാരമാണ് നമ്മൾ റമളാനിനോട് ചെയ്തതെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുഖത്ത് വെച്ച് ആ റമളാൻ നമ്മളെ മറക്കാതെ നമ്മുടെ കൈപിടിക്കുകയാണ്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മറിച്ചു റബ്ബേ റമളാൻ തീർന്നല്ലോ, പിന്നെ ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലം 29 നോമ്പ് പിടിച്ചല്ലോ. ഈ നോമ്പ് അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സമയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പൂർവാധികം ശക്തിയോടെ ഇബ്ലീസ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഈമാൻ അവന്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് അടിയറവിപ്പിക്കാൻ അവന് പൂർവാധികം ശക്തിയോടെ നമ്മുടെ മുന്നിലൂടെ നടക്കുകയാണ്, നമ്മളെ പിഴപ്പിക്കുവാൻ. ഒരു മാസക്കാലം അല്ലാഹുവിന്റെ തൃപ്തി നമുക്കുണ്ടായിരുന്നു, പടച്ചവന്റെ പൊരുത്തം നമുക്കുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ സ്നേഹം നമുക്കുണ്ടായിരുന്നു. അത് മുഴുവനും നശിപ്പിച്ച് കളയാൻ, അത് മുഴുവനും തകർത്ത് കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ കോപം നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിത്തരാൻ ഇബ്ലീസ് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവന്റെ മുമ്പിൽ തോറ്റുപോകരുത്, ഈമാൻ അവന്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് വെച്ചു കൊടുക്കരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും പെരുന്നാളിന്റെ സന്തോഷത്തിലാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നു, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പെരുന്നാളിന്റെ സന്തോഷം 5 സമയങ്ങളിലാണ്. 5 സമയങ്ങളിലാണ് പെരുന്നാളിന്റെ സന്തോഷം ഉണ്ടാകുന്നത്. ഏതാണ് ഒന്നാമത്തെ ദിവസം എന്നറിയുമോ? ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ആയുസ്സില്, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പാപം പോലും ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടായാൽ പടച്ചവനെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 മലക്കുകൾ ഇരിക്കുന്നുണ്ടല്ലോ. ചെയ്യുന്ന നന്മകൾ മുഴുവനും മലക്കുകൾ എഴുതുകയാണ്, അതാ തിന്മകൾ പടച്ചവനെ മലക്കുകൾ എഴുതുകയാണ്. ആ ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിന് നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും റെസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ മലക്കിനെ കൊണ്ട് ഒരു ദിവസമെങ്കിലും എഴുതിപ്പിക്കാതിരിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞാൽ നിനക്ക് പെരുന്നാളിന്റെ സന്തോഷമാണ്, അന്നാണ് നിന്റെ പെരുന്നാളിന്റെ സന്തോഷമെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, രണ്ടാമത്തെ സന്തോഷത്തിന്റെ ദിവസം എപ്പോഴെന്നറിയുമോ? പടച്ചവനെ
ഖാബിദൽ അർവാഹു മലക അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. എപ്പോഴെവിടെ വെച്ച് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല. ആ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മളിലേക്ക് കടന്നു വരുന്ന ദിവസം അതാ റൂഹ് പിടിച്ച തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കരിമ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനോടുകൂടി മരിക്കാൻ കഴിഞ്ഞാൽ അവനാണ് പെരുന്നാളിന്റെ സന്തോഷം. അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിജയിച്ചവരെ കുറിച്ച് പറയുകയാ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസം എപ്പോഴാണ്? അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞാൽ ആ ദിവസമാണ് നിനക്ക് സന്തോഷത്തിന്റെ ദിവസം. ആ ദിവസമാണ് നിനക്ക് പെരുന്നാളിന്റെ ദിവസം. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ ദിവസം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ആ സിറാത്ത് കടക്കുകയും ഖിയാമത്ത് നാളിന്റെ ഭയാനകത, ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, പ്രവാചകന്റെ മുടി നരച്ചു പോയത് ആ പരലോകത്തെ കുറിച്ച് പറയുന്ന ആയത്തിറങ്ങിയപ്പെടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതാ സവാലിയത്തിന്റെ മലക്കുകളുണ്ടല്ലോ. നരകത്തിന്റെ മലക്കുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ സിറാത്ത് എന്ന് പറയുന്ന പാലം അങ്ങനെ താണ്ടി നീ അക്കരയിലേക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ ആ മലക്കുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ സിറാത്ത് കടക്കുന്ന ദിവസമുണ്ടല്ലോ. അതാണ് നിനക്ക് പെരുന്നാളിന്റെ ദിവസമെന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്. നാലാമത്തെ ദിവസം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. മനുഷ്യരെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ സ്വർഗത്തിന്റെ പ്രവേശനം നേടിയെടുക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയായി നിന്റെ രണ്ട് കാലുകളും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ കാലുകുത്താൻ കഴിഞ്ഞാൽ അതാണ് നിനക്ക് സന്തോഷത്തിന്റെ ദിവസം. അതാണ് റമദാനിന്റെ 30 ദിവസം. ഓരോ 10 കഴിയുമ്പോഴും ദുആ മാറുന്നുണ്ട്. റമദാനിന്റെ 30 ദിവസം മുടങ്ങാതെ പറഞ്ഞ ഒരേ ദുആയേ ഉള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാന്, സ്വർഗ്ഗം തരണേ തമ്പുരാന്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിനക്കൊരു പാസ് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നിന്റെ ജീവിതത്തിലെ പെരുന്നാളിന്റെ ദിവസമെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അഞ്ചാമത്തെ സമയം ഏതെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ. വജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. ആ പടച്ചവനെ കണ്ടുമുട്ടുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ലിഖാ. പടച്ചവനെ ലോകത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഓടി വന്നിട്ട് നീ സുജൂദ് ചെയ്ത നിന്റെ പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം, ആ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദര, അന്നാണ് നിനക്ക് പെരുന്നാളിന്റെ ദിവസം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു മാസക്കാലം നമ്മൾ ഒരുപാട് നന്മ ചെയ്തവരാണ്. നല്ലതല്ലാതെ ഒന്നും ഞാനും നിങ്ങളും ചെയ്തില്ല. പടച്ചവനെ ഈ നന്മകൾ മുഴുവനും ചെയ്ത് അല്ലാഹുവിന്റെ തൃപ്തി നേടിയിരിക്കുകയാ. ഈ ഒരു മാസക്കാലം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ മുഴുവനും ചെയ്ത് ഖുർആൻ ഓതി സദഖ കൊടുത്ത് ദിക്ർ
ദിക്ർ പറഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ച് തസ്ബീഹ് നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് ലൈലത്തുൽ ഖദറിന്റെ എല്ലാ പ്രതിഫലങ്ങളും നേടിയെടുത്ത് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് ഇന്ന് മഗ്രിബോടുകൂടി റമളാൻ തീർന്നു എന്നറിഞ്ഞപ്പോ ഇശാ പോലും നിസ്കരിക്കാൻ ആളില്ലാത്ത അവസ്ഥ. ഇശായിക്ക് പോലും ആ ഫർദ് പോലും നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താൻ കഴിയുന്നത് പെരുന്നാളിന്റെ സന്തോഷത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ നമ്മളുടെ കൂടപ്പുറപ്പുകളെ നമ്മൾ ഓർത്തു നോക്കണം. ഫലസ്തീൻ ജനതയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പുതുവസ്ത്രമിടുവാനും നാളെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കാനും കറങ്ങി സന്തോഷിക്കുവാനും നമ്മളെല്ലാം ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോ നമ്മുടെ കൂടപ്പുറപ്പുകൾ ഫലസ്തീനിന്റെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ഒരു പ്രയാസം. നമ്മൾ അവരെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല, അവരെ കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. എത്ര 10-17,000-ഓളം വരുന്ന കുഞ്ഞുങ്ങൾ മരിച്ചുപോയില്ലേ? കയ്യും കാലും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ഫലസ്തീനിന്റെ മണ്ണിലുണ്ട്, ഗാസയുടെ മണ്ണിലുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തേ പടച്ചവരൊന്നും മിണ്ടാത്തത്, എന്തേ അള്ളാഹു കരുണ കാണിക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചവർക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ, ഞാൻ പറയുന്നില്ലെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുത്ത ചില വാർത്തകളുണ്ട്. നമ്മൾ പഠിക്കണം. മുസ്ലിമീങ്ങളെ ഒരുപാട് പേരെ കൊന്നൊടുക്കി കളഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഒരുപാട് പേരെ നാടുകടത്തുകയും കൊന്നുകളയുകയും ചെയ്ത നാടിന്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആഘോഷ തിമിർപ്പിൽ നമ്മൾ മതിമറന്നു പോകുമ്പോ നമ്മളുടെ കൂടപ്പിറപ്പുകളെ കുറിച്ച്, ഒന്നുമില്ലാത്തവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നാളെ നമ്മളെല്ലാവരും നല്ല ഭക്ഷണവും കഴിച്ച് പുതുവസ്ത്രങ്ങളും ധരിച്ച് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അതിന് കഴിയാത്ത എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാനിൽ നമ്മൾ സദഖ കൊടുത്തു, സക്കാത്ത് കൊടുത്തു. ഇപ്പൊ അവസാനം നോമ്പ്, നാളെ പെരുന്നാളാണെന്ന് അറിയുമ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എത്ര പേരാ? ആ ഫിത്ർ സക്കാത്ത് എന്തിനാണ് കൊടുക്കാൻ പറയുന്നത്? അതിന്റെ അവകാശികളെ കണ്ടെത്തി നമ്മൾ കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകളിൽ വന്നുപോയ പിഴവുകളൊക്കെ അല്ലാഹു പുറത്തു തരും. അപ്പൊ അങ്ങനെ നമ്മൾ കാരണം മഹാനായ നബിതങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. നബിതങ്ങൾ വഴിയോരത്തിലൂടെ കരയുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി വസ്ത്രം കൊടുത്ത് കുളിപ്പിച്ചു. ആ യതീമായ കുട്ടിയോട് നബിതങ്ങൾ കരുണ കാണിച്ചു. ആ ചരിത്രങ്ങളൊക്കെ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് നബിതങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ സന്തോഷത്തിന്റെ വേളയിൽ നമ്മൾ ഓർക്കണം, മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഉണ്ടാക്കിയെടുത്ത ഈമാനിക ചൈതന്യം നശിപ്പിച്ചു കളയരുത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈ ഈമാനിക ചൈതന്യം നശിപ്പിച്ച് ഇബ്ലീസിന്റെ കാൽച്ചുമത്തിൽ കൊണ്ടുവച്ചിട്ട് പറയുകയാ, ഞാൻ പരാജയപ്പെട്ടു, നിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ നിന്റെ മുമ്പിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ചാലിലേക്ക്, അഴുക്ക് ചാലിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോയാൽ ഇനി ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാകില്ല. ആ അഴുക്ക് ചാലിൽ കിടന്ന് നമ്മളെ കഴുകി വൃത്തിയാക്കി അള്ളാഹു നമുക്ക് നന്നാകാൻ ഒരു അവസരം തന്നു. നന്നാകുമോ ഇല്ലയോ? ആർക്കുണ്ടല്ലോ ഒരു അവസരം. അള്ളാഹു നമ്മളെ പള്ളിയിലേക്ക് കയറ്റി നിസ്കരിച്ചു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലതുപോലെ നടന്നു. ഒന്ന് അള്ളാഹു അഴിച്ചുവിടും. കഴിഞ്ഞു. നാളെ സുബഹി എത്ര പേര് നിസ്കരിക്കും? ഇന്ന് ഇശാ എത്ര പേര് നിസ്കരിച്ചു? ഇന്ന് നമ്മൾ ഇന്നലെ വരെ നമ്മുടെ തറാവീഹ് നിസ്കരിച്ചവരാ, സുന്നത്ത് നിസ്കരിച്ചവരാ, എന്റെ പ്രിയപ്പെട്ടവരെ വിത്ർ നിസ്കരിച്ചവരാ, തഹജ്ജുദ് നിസ്കരിച്ചവരാ. നേരം വെളുക്കുമ്പോ നമ്മളത് മറന്നു പോകുന്നതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കോപം നമ്മൾ വാങ്ങിച്ചു വെക്കരുത്. ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇവൻ അള്ളാഹുവിന്റെ കോപം നിങ്ങൾ വാങ്ങിപ്പിക്കണം, ഇവനെ കൊണ്ട് കണ്ടുപിടിപ്പിക്കണം, ഇവനെ കൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിപ്പിക്കണം, ഇവന്റെ നിസ്കാരം കളയാക്കണം, ഇവനെ സിനിമയ്ക്ക് കൊണ്ടുപോകണം, ഇവന്റെ വഖത്തുകൾ ഖലാഅക്കണം, എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്യിപ്പിക്കുവാൻ ഇബ്ലീസ് അവന്റെ അനുയായികളും വല്ലാതെ പരിശ്രമിക്കുന്ന ഒരു രാവും പകലും നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് സമയം 10 മണി കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് പ്രത്യേകാലേക്ക് എടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, എന്റെ ഉമ്മമാർ, എന്റെ സഹോദരിമാർ ആയിരക്കണക്കിന് ഖത്തമുൽ ഖുർആൻ ഓതി വെച്ചിരിക്കുകയാണ്. ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒരുപാട് ഖത്തമുൽ ഖുർആൻ ഓതി വെക്കുകയും ഖുർആൻ ഓതാൻ അറിയാത്ത ഒരു ഉമ്മ എന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ ഞാൻ 1 ലക്ഷം ഇഖ്ലാസ് ആണ് ഞാൻ ഓതി വെച്ചിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട മാതാവ് ആലോചിക്കണം, അവർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. അവർ എന്റെ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് ഇട്ടു, അവരുടെ മകൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറയുന്നു, ഉസ്താദേ എന്റെ ഉമ്മയ്ക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, 1 ലക്ഷം പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു വെച്ചിട്ടുണ്ട്. ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയാ. 10 പ്രാവശ്യം പാരായണം ചെയ്താൽ തന്നെ സ്വർഗത്തിലൊരു വീട്. അപ്പം 1 ലക്ഷം പ്രാവശ്യം ആ ഉമ്മ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ പ്രതിഫലത്തെ കുറിച്ച് നാം ചിന്തിക്കുക. ഖുർആൻ ഓതാൻ അറിയാത്തവർ ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞവരുണ്ട്, ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാറുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ തന്നെ സ്വലാത്ത് പറഞ്ഞവരുണ്ട്,
അതുപോലെ തന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്തവർ എത്രയോ പേരിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഫ്ളൽ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പാരായണം ലക്ഷക്കണക്കിന് എന്റെ പ്രിയപ്പെട്ടവരെ പലരും 9ഉം 10ഉം ഹത്തം ഊതിയവരുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ട് ദുആ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹദിയ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഓരോരുത്തരും ഓതുമ്പോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പല പല ആഗ്രഹങ്ങളാണ്, പല നിയത്തുകളോടെയാണ് പലരും പാരായണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് മുഴുവനും അള്ളാഹുവെ നമുക്ക് ഇവിടെ ഹദിയ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുക. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ റമദാനിൽ 60 ഖത്തം ഓതുമെന്നായിരുന്നു. 60 ഖത്തം ഓതിയിട്ടുണ്ട്. നമ്മൾ 60 പോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ 6 ഖത്തം പോലും അതുപോട്ടെ, ഒരു ഖത്തമെങ്കിലും ഓതി എത്ര പേര്, ഒരു ജുസുവെങ്കിലും ഓതി എത്ര പേര്. അതുകൊണ്ട് ഖുർആനുമായിട്ട് നമുക്ക് വല്ലാത്തൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പല നന്മകൾ ചെയ്യുന്നു. ഇന്നത്തെ ഒരു ദിവസം തന്നെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, എന്റെ പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പ് ഒരു ചെറിയ വിദ്യാർത്ഥിയുടെ അടുക്കൽ വന്ന ഒരു മാതാവും പിതാവും, ഉസ്താദ് എന്റെ മകനെ എനിക്ക് ഹാഫിളാക്കണം, ഉസ്താദിനെ പോലെ ഉസ്താദ് ഹാഫിളീങ്ങളെ കുറിച്ച് പറയുന്നല്ലോ, ഒരു കുഞ്ഞിനെ ഹാഫിളാക്കണം, എന്റെ പ്രിയപ്പെട്ടവരെ ഹാഫിളാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പല സ്ഥാപനങ്ങളും ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ തന്നെ 10-12ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ പഠിക്കുന്നുണ്ട്. 20ഉം 22ഉം 23ഉം ജുസ് പഠിച്ചവരുണ്ട് ഒരുപാട് പേർ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കളെ ഏറ്റെടുക്കാൻ പലരും തയ്യാറായി. പല സ്ഥാപനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഞാൻ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാ, ഖുർആനുമായി ബന്ധപ്പെടുന്നവനാ. അൽഹംദുലില്ലാഹ് എന്റെ ലീവ് പ്രഭാഷണം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഞാൻ ജോലി ചെയ്യുന്ന ഈ പായിപ്പാട് മുസ്ലിം ജമാഅത്ത് അൽഹംദുലില്ലാഹ് ഈ പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഹിഫ്ദുൽ ഖുർആൻ അതിന്റെ പുതിയ അഡ്മിഷൻ തുടങ്ങുകയാണ്. പുതിയ അഡ്മിഷൻ അൽഹംദുലില്ലാഹ് പെരുന്നാൾ കഴിഞ്ഞ് 6 നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ അഡ്മിഷന് തുടക്കം കുറിക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയമായ വിദ്യാഭ്യാസം എന്റെ പ്രിയപ്പെട്ടവരെ കുട്ടികൾ പഠിക്കുന്നവരെ സ്കൂളിൽ വിട്ടുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല സ്കൂളുകളിലേക്ക് ആ വിദ്യാർത്ഥികളെ സ്കൂളിൽ പഠിക്കാൻ വിട്ട് അവർക്ക് അഡീഷണൽ ട്യൂഷൻ കൊടുത്തുകൊണ്ട് നല്ല സുഭിക്ഷമായ ഭക്ഷണവും എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ജമാഅത്ത് അൽഹംദുലില്ലാഹ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ 10ഉം 20ഉം ജുസ് പഠിച്ച് അൽഹംദുലില്ലാഹ് ഒരു ഹാഫിദിനെ സ്വപ്നത്തോടു കൂടി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ പഠിക്കാൻ എത്രത്തോളം ചെയ്തു കൊടുക്കാൻ കഴിയുമോ? 10, 24, 23, 24 ജുസ് പഠിച്ച വിദ്യാർത്ഥിയോട് അൽഹംദുലില്ലാഹ് 2 ദിവസം മുമ്പ് ഞാൻ അവനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നീ ഹാഫിദാകണം, നീ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും നീ കാണാതെ പഠിച്ചാൽ നിനക്ക് തരാനൊരു സമ്മാനമുണ്ട്. ആ കുട്ടി ചോദിച്ചു എന്താണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ആ പൊന്നു മകനോട് പറഞ്ഞു, നീ ഹാഫിദായി കഴിഞ്ഞാൽ നിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ കൊണ്ടുപോകും ഉംറയ്ക്ക്. ആ കഅബയുടെ കില്ല പിടിക്കാൻ, ആ കഅബയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി നിസ്കരിപ്പിക്കുവാൻ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ മുറ്റത്ത് നിന്നെ കൊണ്ടുപോകും. അൽഹംദുലില്ലാഹ് ഞാനും ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല, നല്ല മനസ്സുള്ള അള്ളാഹുവിന്റെ ദീനിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ സഹോദരൻ അപ്പൊ തന്നെ പറഞ്ഞു, ഉസ്താദ് അൽഹംദുലില്ലാഹ് ആ കുട്ടിക്ക് ഞാൻ അവനെ കൊണ്ടുപോകാനുള്ള പൈസ തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളാകുന്ന ആ മകന് ഉംറയ്ക്ക് പോകാനുള്ള എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ അവനെ റൗളയ്ക്കകത്ത് കയറ്റാം. ഏറ്റവും നല്ലൊരു സന്തോഷം, ഞാൻ അവനെ റൗളയ്ക്കകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ കയറ്റിത്തരാം ഉസ്താദേ എന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്രത്തോളം എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസം 10-15 ശേഷം ഇൻഷാ അല്ലാഹ് അതിന്റെ ഇന്റർവ്യൂ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാകും. യോഗ്യതയുള്ള ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ അഹിലുകാരാകാൻ താല്പര്യമുള്ളവർ ഇൻഷാ അല്ലാഹ് ആ നമ്പറുകളിൽ ബന്ധപ്പെടുകയും നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന് വിശ്വാസത്തോടെ അൽഹംദുലില്ലാഹ് ഏൽപ്പിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അല്ലാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. എന്റെയും ആഗ്രഹമാണ് എന്റെ കുട്ടിയെയും എന്റെ മകനെയും കൊണ്ടുപോയി വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് വലിയൊരു ആഗ്രഹമാണ് അവനെ ഹാഫിളാക്കണം, എന്റെ 3 മക്കളെയും ഹാഫിളാക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അല്ലാഹു ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളുടെ പ്രഭാഷണം നടക്കുമ്പോൾ അതിനകത്തൊരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്.
അതിനകത്തൊരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഗൂഗിൾ പേക്കകത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ ഇടുക. അത് വേറെ ഒന്നിനുമല്ല, ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു മകന് വേണ്ടിയുള്ളതാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു കുഞ്ഞുമോൻ, അവൻ ഫാത്തിഹ മുതൽ മിനൽ ജിന്നത്തി വന്നാസ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളും അവനെ 1 മുതൽ അവസാനം വരെ പഠിപ്പിക്കണം. അപ്പൊ ആ കുട്ടിക്ക് വേണ്ട 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.25-2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ആ കുട്ടിക്ക് ചെലവുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് ഇന്ന് ആ ഗൂഗിൾ പേക്ക് എന്ത് കിട്ടിയാലും ഇൻഷാ അല്ലാഹ് അത് ഖുർആൻ പഠിക്കുന്ന ഒരു മകൻ. കാരണം ഇത് ഖത്തമുൽ ഖുർആനിന്റെ ദുആയ, പരിശുദ്ധമായ റമദാൻ മാസമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഖുർആനിനെ ഇഷ്ടപ്പെടുകയും ഖുർആനിനെ കുറിച്ച് പറയുകയും, നമുക്ക് വേറെ പ്രത്യേകിച്ച് വേറെ പിരിവുകളോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാനൊരു സഹോദരനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചെന്നാ പിന്നെ എനിക്ക് വീട് വെക്കാനൊന്നും ആയിക്കോട്ടെ. വേറെ പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് ഈ പായിപ്പാട് പള്ളിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സറിഞ്ഞ് നൽകിയതാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ പള്ളി നിങ്ങളിതൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ മറന്നുപോയാലും ഞങ്ങൾ മറക്കാറില്ല. എപ്പോൾ ദുആ ചെയ്യുമ്പോഴും ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച ഓരോരുത്തർക്കും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും അൽഹംദുലില്ലാഹ് ഓരോരുത്തരും ഈ പള്ളിക്ക് കൊടുത്തപ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് തന്ന പ്രതിഫലത്തെ കുറിച്ച് അൽഹംദുലില്ലാഹ് ജമാഅത്തിന്റെ പ്രസിഡന്റിനോട് പലപ്പോഴും വിളിച്ചു പറയാറുണ്ട്. അതുപോലെ തന്നെ ഇന്നും പലരും നമ്മുടെ പള്ളിക്ക് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നും എന്റെ പ്രിയപ്പെട്ട ഇന്നലെയോ 2 ദിവസമായ ഒരു സഹോദരി, സൗദിയിലുള്ള ഒരു സഹോദരി 10,000 രൂപയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ജമാഅത്തിന്റെ പ്രസിഡന്റിനെ വിളിച്ചറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് അൽഹംദുലില്ലാഹ് ഇന്ന് ആ ഒരു ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങളെ കൊണ്ട് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ല ദിവസമാണ്. ദുആയിക്ക് ഇജാബത്തുള്ള ദിവസമാണ്. ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, കഴിവിന്റെ പരമാവധി നിങ്ങൾ കാണുന്നവർ എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക. ആ കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസയാണോ അല്ലെങ്കിൽ ഒരു മാസത്തെ പൈസയാണോ, എത്ര രൂപയാണെങ്കിലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ ആ കുട്ടിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ആ നമ്പറിലേക്ക് ഇടണം ഇൻഷാ അല്ലാഹ്. അതിൽ 1 രൂപ പോലും എന്റെ പ്രിയപ്പെട്ടവരെ വേറൊരു കാര്യത്തിന് ചിലവഴിക്കില്ല. അത് അമാനത്താണ്. അത് അത്രത്തോളം സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവർ ആരെയും നിർബന്ധിക്കുകയോ ഒന്നുമില്ല. മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം നിങ്ങളോട് പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം. പക്ഷേ അത് എന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ നിങ്ങൾ എല്ലാവരും കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ദുആയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ കോപം വാങ്ങിച്ചു വെക്കരുത്. പരിശുദ്ധമായ റമദാൻ, ആ റമദാൻ കഴിഞ്ഞു, പെരുന്നാളിന്റെ ദിവസമാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ കോപം നിങ്ങൾ വാങ്ങി വെക്കാതെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൃപ്തി നേടുവാൻ, പൊരുത്തം നേടുവാൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള പരിശ്രമമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകേണ്ടത്. അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരോട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ നല്ല കാര്യങ്ങൾ മുഴുവനും ഈ പുണ്യമായ ദിനങ്ങളിൽ ചെയ്യാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വൈകുന്നേരത്തോടു കൂടി പെരുന്നാൾ കഴിഞ്ഞു. ആ പെരുന്നാൾ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ശവ്വാൽ നോമ്പിനെ കുറിച്ച് നമുക്കറിയാം. ശവ്വാൽ നോമ്പ് 6 നോമ്പ് നമ്മൾ പിടിക്കുന്നവരാ, പഴയ കാലം മുതലേ നോമ്പ് പിടിക്കുന്നവരാ. അതിന്റെ പ്രതിഫലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ശവ്വാലിൽ നിന്ന് 6 ദിവസത്തെ നോമ്പിനെ അതിനോടൊപ്പം പിന്തുടർത്തുകയും ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു. ആ പെരുന്നാൾ കഴിഞ്ഞു, കാരണം പെരുന്നാളിൽ നിന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല. ആ പെരുന്നാൾ കഴിഞ്ഞിട്ട് ശവ്വാലിന്റെ 6 ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മൻസാമ റമദാനൻ സുമ്മ അത്ബഅഹു, നബിതങ്ങൾ പറയുന്നു ബിസിത്തത്തി അയ്യാം മിൻ ശവ്വാലിൻ ഫകഅന്നമാ സാമ ദഹ്റു കുല്ലുഹു. നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമദാൻ അവസാനിച്ചു, ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, ശവ്വാൽ മാസം കടന്നു വരികയാണ്. ആ ശവ്വാലിന്റെ 6 ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് നോമ്പെടുത്താൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ 6 നോമ്പിന്
നിസ്സാരമായി കാണേണ്ട നോമ്പല്ല. ആ നോമ്പിന്റെ പ്രതിഫലം വർഷം മുഴുവനും നോമ്പെടുത്തവന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മൻ സാമ റമളാനൻ വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതു ഉമ്മുഹു. നിങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ശവ്വാലിന്റെ നോമ്പുണ്ടല്ലോ, 6 നോമ്പുണ്ടല്ലോ, ആ റമളാനിന് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് നോമ്പ് പിടിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവന്റെ മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തെ പോലെ അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 നോമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിടിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവന്റെ മാതാവ് പ്രസവിച്ച ദിവസത്തെ പോലെ അവന്റെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കി അല്ലാഹു കൊടുക്കും. അതാണ് ആ നോമ്പിന്റെ പ്രതിഫലം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്. മൂന്നാമതായിട്ട് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സിയാമി റമളാൻ ബി അശ്റത്തി അശ്ഹുരിൻ വസിയാമി സിത്തത്തു അയ്യാമിൻ ശഹ്റൈൻ. നിങ്ങൾ പറയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ റമളാനിന്റെ നോമ്പ് 10 മാസത്തെ നോമ്പിന് തുല്യമാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ശവ്വാലിലെ 6 നോമ്പ് റമളാനിലെ നോമ്പിന്റെ പ്രതിഫലം അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. റമളാനിലെ നോമ്പ് അല്ലാഹുവിനുള്ളതാണ്, അതിന്റെ പ്രതിഫലം അല്ലാഹുവിന് അറിയാം. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല പറയുന്നു, 6 നോമ്പ് 2 വർഷത്തെ നോമ്പിന്റെ തുല്യമാണ്. ആ ശവ്വാലിലെ 6 നോമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 2 വർഷത്തെ നോമ്പിന് തുല്യമാണെന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല പറയുക. മഹാനായ ശഅബ് റളിയല്ലാഹു തആല പറയുന്നു, വർഷം മുഴുവനും നോമ്പെടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം. മഹാനവറുകൾ പറയുകയാ, വർഷം മുഴുവനും നോമ്പെടുക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം റമളാനിന് ശേഷം ഒരു ദിവസത്തെ നോമ്പെടുക്കലാണ്. ആ റമളാൻ നോമ്പ് പിടിച്ചു പെരുന്നാൾ കഴിഞ്ഞു, അതിനുശേഷം ഒരു നോമ്പെടുക്കലാണ്. വർഷം മുഴുവനും എനിക്ക് നോമ്പെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം റമളാൻ കഴിഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം മഹത്വമുണ്ട്. അതുകൊണ്ട് പെരുന്നാളിന്റെ പിറ്റേന്ന് മുതൽ തന്നെ 6 ദിവസം തുടർച്ചയായി നോമ്പെടുക്കലാണ് ഏറ്റവും ഉത്തമം, വിട്ടുവിട്ടല്ല. ആ പെരുന്നാൾ കഴിഞ്ഞു, നാളെ പെരുന്നാൾ കഴിഞ്ഞു, മറ്റേനാൾ മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ 6 ദിവസം തുടർച്ചയായി നോമ്പെടുക്കലാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ ഒന്ന് വിട്ടു അടുത്ത ദിവസം റെസ്റ്റ് എടുത്തു, പിന്നെ റെസ്റ്റ് ആണല്ലോ ഒരു ദിവസം റെസ്റ്റ്, അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവർക്കും 29 നോമ്പ് എന്ന് കിട്ടിയുള്ളൂ, 30 നോമ്പ് കിട്ടി, 30 കഴിഞ്ഞില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാകുമാറാകട്ടെ. ഞാൻ മക്കത്തായിരുന്നു 1ാമത്തെ നോമ്പ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു നോമ്പ് എനിക്ക് കൂടുതൽ കിട്ടി. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാകുമാറാകട്ടെ. എന്നും പറഞ്ഞ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ നിന്നില്ല. അതാണ് നമ്മുടെ യുക്തി. എപ്പോഴും നമ്മൾ ബുദ്ധി വെച്ചാൽ ചിന്തിക്കാൻ, അങ്ങനല്ലേ ഇങ്ങനല്ലേ ഒന്നുമല്ല. അതൊക്കെ കോമാളിത്തരം. ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചവരുണ്ട്, ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചവരുണ്ട്. എല്ലാവർക്കും കളിയും തമാശയൊക്കെ. അല്ലാഹുവിന്റെ ദീൻ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിയുടെ തൗബയെ കുറിച്ച് എല്ലാവരും പറയണം. അവനവൻ തൗബ ചെയ്ത് രക്ഷപ്പെടാനുള്ള ഇനിയിപ്പോ അവരത്തെ കാര്യത അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ പാഴാക്കി കളയരുത്, നമ്മുടെ ദിനങ്ങൾ പാഴാക്കി കളയാതെ ഈ ഉണ്ടാക്കിയെടുത്ത് ഈമാൻ നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. അൽഹംദുലില്ലാഹ്, റമളാൻ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പെരുന്നാള്, രാവിലെ നിസ്കാരം കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് കുടുംബക്കാരെ സന്ദർശിക്കുക. അതാണ് പെരുന്നാൾ കൊണ്ടുള്ള ലക്ഷ്യം. പെരുന്നാൾ കൊണ്ടുള്ള ലക്ഷ്യം എന്താ? ആഘോഷവും സന്തോഷവും എന്താ? നമ്മൾ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് കുളിപ്പിച്ച് ഒരുക്കി പുതുവസ്ത്രവും ധരിപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞു വിട്ട നമ്മുടെ ഉമ്മ, അല്ലാഹു മരിച്ചവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഉമ്മയാണ് കുളിപ്പിച്ച് ഒരുക്കി വിട്ടത്. നമ്മളെ പള്ളിയിലേക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കൂടെ ഇരുത്തി നിസ്കരിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ വാപ്പയാ. ആ വാപ്പയും അവിടെ കിടക്കുന്ന പലരുടെയും വാപ്പ പള്ളിപ്പറമ്പിലാണ്, പലരുടെയും ഉമ്മ പള്ളിപ്പറമ്പില്. ആ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരെ അവരുടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് അവരോട് സലാം പറയാൻ കഴിയണം, അവരെ സന്ദർശിക്കാൻ കഴിയണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിയണം. അത് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയുടെ സഹോദരങ്ങൾ, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, സഹോദരിയുണ്ട്. മരിച്ചുപോയ മാതാപിതാക്കളോടുള്ള കടമകളിൽ പെട്ടതാണ് അവരുടെ സഹോദരങ്ങളെ, അവരുടെ സഹോദരിമാരെ, നിന്റെ ഉമ്മയുടെ സഹോദരിയെ, നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയെ. അപ്പൊ ഇങ്ങനെയുള്ളവരെ പോയി സന്ദർശിക്കുക. ഉമ്മയുടെ കൂട്ടുകാർ, വാപ്പയുടെ കൂട്ടുകാർ,
നിന്റെ വാപ്പയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ നിനക്കറിയാം. ആ വാപ്പയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ കയ്യിൽ നാളെ പെരുന്നാളിന്റെ ദിവസം ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സദക്ക കൊടുക്കുമ്പോ ആ മനുഷ്യൻ എന്തൊരു സന്തോഷം, അദ്ദേഹത്തിന്റെ കണ്ടടയുന്നറിയും, എന്റെ ഷൗലബീദിന്റെ മോന അല്ലെങ്കിൽ ഇന്ന ആളുടെ മോന, എന്തൊരു സന്തോഷം എന്നറിയുമോ? അത് വാപ്പയ്ക്ക് വലിയ സന്തോഷമാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹമാണ്. ഖദീജ ബീവി വഫാത്തായി എന്നാ നബിതങ്ങൾക്ക് നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്നാൽ നബിതങ്ങൾ ഖദീജയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തുവിടും. തന്റെ ഭാര്യയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തുവിടും. എന്തിന്? നബിതങ്ങൾക്ക് തന്റെ ഭാര്യയോട് അത്രയും ഇഷ്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാളെ പെരുന്നാളിന്റെ ദിവസമാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിന്റെ വാപ്പയുടെ കുടുംബക്കാർ, നിന്റെ ഉമ്മയുടെ കുടുംബക്കാർ എത്രയോ പേര് രോഗികളായി കിടക്കുകയാണ്. വലിയ പ്രയാസമാണ്. കൊറോണയൊക്കെ ആയത് കാരണം പോകാൻ കഴിയാത്ത വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നാളെ സന്ദർശത്തിൽ ദിവസമാകണം. കുടുംബ സന്ദർശനത്തിന് വേണ്ടി മാറ്റിവെക്കണേ. രോഗികളെ പോയി കാണണേ. എന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ അവർക്ക് വേണ്ടി കൊടുക്കണേ. ഇതൊക്കെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ വണ്ടി എടുത്തുകൊണ്ട് പടച്ചവനെ ഏതെങ്കിലും ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് പോയി ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശായില്ല, അവസാനം അല്ലാഹുവിന്റെ കോപം വാങ്ങിവെച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ താഴ്മയോടെ സ്നേഹത്തോടെ പറയുകയാണ്, ആഘോഷത്തിന്റെ തിമിർപ്പില് നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകരുത്. അതുപോലെ കഷ്ടപ്പെടുന്നവരെ മറന്നു പോകരുത്. അതുപോലെ നിന്റെ കൂടപ്പറപ്പുകളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ ജനതയെ കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. അവരുടെ വീഡിയോകൾ കാണുമ്പോൾ, അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നീ അവരെ സഹായിക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ആയിരക്കണക്കിന് ഖത്മോദി വെച്ചിരിക്കുകയാണ്, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇഖ്ലാസ് പാരായണം ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അത് മുഴുവനും ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരു മാസക്കാലം എന്റെ ഒരുപാട് കൂട്ടുകാർ ആത്മാർത്ഥമായി പടച്ചവനെ, അവർക്ക് ഒരു രൂപയുടെ വരുമാനമില്ല, അവർക്ക് വേണ്ടത് ദുആയാണ്. ആത്മാർത്ഥമായിട്ട് പടച്ചവനെ, ആ മക്കൾ ഈ 30 ദിവസവും പരിശ്രമിച്ചവരാണ്. അല്ലാഹുവേ, ആ മക്കൾക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരോട് അല്ലാഹുവേ, പെരുന്നാളിന്റെ ദിവസമാണല്ലോ, പെരുന്നാളിന്റെ ദിവസമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് പെരുന്നാൾ സമ്മാനമായി തരാൻ, പെരുന്നാളിന്റെ സമ്മാനമായി തരാൻ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് തരാ ഖുർആനേ ഉള്ളൂ. ഈ വഴി കേൾക്കുന്ന ആയിരക്കണക്കിന് പേര് ദൈവ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പെരുന്നാളിന്റെ ദിവസം കൈമടക്ക് തരാൻ, സമ്മാനം തരാൻ, ഹദിയ തരാൻ ഖുർആനല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മുഴുവനും മോദി തീർക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്നവര്, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖുർആൻ മുഴുവനും മോദിയ പ്രതിഫലം വേണോ? ഒരു ഖത്ം മോദിയ പ്രതിഫലം വേണോ? ഒരു ഖത്ം മോദിയ പ്രതിഫലം വേണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പരിശുദ്ധമായ ഖുർആനിൽ അതാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മലഹാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് പറയുന്ന സൂറത്ത് അറിയുന്നവരാണല്ലോ, അത് പാരായണം ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ സൂറത്തിന്റെ പ്രതിഫലം എന്താണെന്നറിയുമോ? ആ സൂറത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ പാരായണം ചെയ്താൽ അന്നഹാ തഅദിലു നിസ്ഫുൽ ഖുർആൻ. എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ നിസ്ഫുൽ ഖുർആൻ, ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലം.
ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലം കിട്ടും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറയുന്ന ആ സൂറത്ത് പാരായണം ചെയ്താൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ നമ്മളൊക്കെ പാരായണം ചെയ്യുന്നവരാണ്. ആ സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന അധ്യായം ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്താൽ അന്നഹാ തഅദിലു റുബുൽ ഖുർആൻ, ഖുർആനിന്റെ 4 ഭാഗമായി ആ സൂറത്ത് പാരായണം ചെയ്താൽ 4 ഭാഗം ഓതിയതിന്റെ പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 അപ്പൊ അര നിസ്ഫുൽ ഖുർആൻ 4 വിഭാഗം കിട്ടി. അങ്ങനെ മുക്കാലായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ളതൊരു കാല്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് 1/3 ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു 3 സൂറത്ത് കൂടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ ഓതിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഖുർആൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വർഷവും അല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ 7ാമത്തെ കൊല്ലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അടുത്ത കൊല്ലവും ഇതുപോലെ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഖുർആൻ ഖത്തമുൽ ഖുർആനിന്റെ ദുആ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ 7ാമത്തെ വർഷമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന്റെ ശൈലി 7ആണ്, ഫാത്തിഹയുടെ ആയത്ത് 7ആണ്, എന്റെ പ്രിയപ്പെട്ടവരെ ശിഫാഇന്റെ ആയത്ത് 7ആണ്. അപ്പൊ 7ന് വല്ലാത്ത ഒരു സ്ഥാനമുണ്ട്. 7ാമത്തെ വർഷം ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ നല്ലതുപോലെ നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, മക്കളൊക്കെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളുള്ള എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ 2 വർഷക്കാലമായിട്ട് ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് അൽഹംദുലില്ലാഹ് ഹോളി ഹിഫ്ളുൽ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ മത്സരം നടത്താറുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെ ചോദിച്ചാലും കാണാതെ പാരായണം ചെയ്യണം. 2 വർഷക്കാലമായിട്ട് അൽഹംദുലില്ലാഹ് ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ പരിപാടി നടത്താറുണ്ട്. കഴിഞ്ഞ 2 വർഷം, ആദ്യത്തെ വർഷം 1 ലക്ഷം രൂപയായിരുന്നു ഫസ്റ്റ് പ്രൈസ്, 2ാമത്തെ വർഷം 1,11,000 രൂപയായിരുന്നു. അൽഹംദുലില്ലാഹ് ഈ വർഷം 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. മെയ് 18-ാം തീയതി ഞായറാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് അതിന്റെ മത്സരമുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫസ്റ്റ് പ്രൈസ് ഏകദേശം 1,17,000 രൂപയാണ്. 1,17,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പൊ അൽഹംദുലില്ലാഹ് സെക്കൻഡും ഫൈനൽ കിടക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹദിയ. നമ്മുടെ ബൈപ്പാടുള്ള ഒരു സഹോദരൻ, തന്റെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ റാസി എന്ന സഹോദരൻ, അൽഹംദുലില്ലാഹ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കുട്ടികളുടെ വണ്ടിക്കൂലി ഉൾപ്പെടെ അവർക്ക് ഹദിയ കൊടുത്താണ് ഇൻഷാ അല്ലാഹ് യാത്രയാക്കുന്നത്. അതുകൊണ്ട് മെയ് 18-ാം തീയതി ഇൻഷാ അല്ലാഹ് ഈ വർഷവും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ആയുസ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മത്സരം നടക്കും. എല്ലാവരും നല്ല ഖുർആൻ പഠിച്ച് ആ മത്സരത്തിൽ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖുർആനിന്റെ അഹലുകാരിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇൻഷാ അല്ലാഹ് ഈ വർഷം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭർത്താവ് പോകുമ്പോൾ ഭാര്യയോടെ കൊണ്ടുപോകണം. ഭർത്താവ് പോകുമ്പോൾ രവിതങ്ങൾ ഹജ്ജിന് പോയപ്പോ തന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോയെന്ന്. അപ്പൊ ഇൻഷാ അല്ലാഹ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി അൽഹംദുലില്ലാഹ് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് എന്റെ കൂടെ ഹജ്ജിന് വരാൻ വേണ്ടി തയ്യാറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും യാത്ര അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 സീറ്റ് കൂടെ മാത്രമേ ഇനിയുള്ളൂ. ഞാനുള്ള സീറ്റേ പറയത്തുള്ളൂ. 5 സീറ്റ് കൂടെ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരു 35 സീറ്റിൽ 30 സീറ്റായി 5 എണ്ണം കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് 5,25,000 രൂപയാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ആരെങ്കിലൊക്കെ വരാൻ താല്പര്യമുള്ളവർ ആ നമ്പരുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമുക്ക് പോയി ഹജ്ജ് ചെയ്യാൻ കഴിയണം. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ് തന്റെ മകൻ അജ്മൽ അൽഹംദുലില്ലാഹ് നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പൊന്നുമോനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ എൻ്റെ വാപ്പ അവൻ ഇവിടെ നല്ല സന്തോഷത്തോടെ നടന്നത്. അവൻ ഗൾഫിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, നിനക്ക് വാപ്പാടെ കൂടെ ഇവിടെ വല്ല നിന്നാ പോരെ, നിനക്ക് അൽഹംദുലില്ലാഹ് ജീവിക്കാൻ നിന്റെ വാപ്പ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗൾഫിലൊക്കെ പോകേണ്ട വല്ല കാര്യമുണ്ട്, എവിടെ കാണാൻ നിന്നാ പോരെ.
എന്താ ഗൾഫ് കാണാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ജോലിയുടെ കാര്യം അങ്ങനെ പറഞ്ഞതല്ലേ. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന് നല്ല ഒരു ജോലി അല്ലാഹുവേ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നുമോന് നല്ല ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹു ഒരു സാലിഹത്തായ ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. പടച്ചവനെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണം തമ്പുരാനെ. ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പള്ളിയിൽ വെച്ച് നടന്ന എല്ലാ ക്ലാസ്സുകളിലും അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ചായയും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങാതെ കൊണ്ട് തന്നുകൊണ്ടിരുന്ന കുടുംബം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാതാവിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേര് കണക്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഖത്തമും ഇസ്തിഗ്ഫാറും ലക്ഷങ്ങൾ കഴിഞ്ഞിട്ട് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. യാസീൻ ഓതിയിട്ടുണ്ട്, ലൈലത്തുൽ ഖദറിൽ ഉസ്താദേ ഞാൻ സൂറത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് എല്ലാ കണക്കുകൾ അയച്ചു തന്നിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതുകൊണ്ട് ഈ ഖുർആൻ ഓതിയവരോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തവരോട് ഞാൻ പറയുന്നത് അൽഹംദുലില്ലാഹ് നിങ്ങൾ എല്ലാവരും അത് ഹദിയ ചെയ്യുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിലെ നിയ്യത്തുകൾ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, അൻസാരി എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ സന്താനങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി അംഗം കൂടെയാണ് അൽഹംദുലില്ലാഹ് ഹാജിയാരാണ് നമ്മുടെ ഞാൻ അക്കൗണ്ടാന്ന് ഹാജി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സലാം എന്ന് പറയുന്ന സഹോദരന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കല്യാണം 7-ാം തീയതി പിന്നെ ഞാൻ തന്നെ നിക്കാഹ് നടത്തണമെന്നിരിക്കുക. എനിക്ക് അന്ന് എവിടെ വഴുതും കേട്ടാ. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന്റെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എല്ലാവരും നാളെ രാവിലെ സുബഹിയെല്ലാം കഴിഞ്ഞ് പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ എല്ലാവരും പള്ളിയിലെ ഉസ്താദന്മാരെയൊക്കെ എന്ത് ചെയ്യണം, നല്ലതുപോലെ കാണണം. അവർക്കൊക്കെ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ഹദിയയൊക്കെ കൊടുത്ത് കൈമടക്കൊക്കെ കൊടുത്ത് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ആ ഉസ്താദന്മാരെ സന്തോഷിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്റെ വീടിന്റെ പരിസരത്താണ് 20 വർഷക്കാലമായി പള്ളിയിൽ ജോലി ചെയ്ത ഒരു ഉസ്താദിന് ഈ വെള്ളിയാഴ്ച എങ്ങാണ്ടാണ് കാറ് വാങ്ങിച്ചു കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 20 വർഷക്കാലം പള്ളിയിൽ ഖതീബായിരുന്ന ഉസ്താദിന് അൽഹംദുലില്ലാഹ് സന്തോഷം കൊണ്ട് കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു. ചില പള്ളിയിലാണെങ്കിൽ 20 കൊല്ലം ജോലി ചെയ്ത ഉസ്താദിന് യാത്ര പറയാൻ പോലെ അനുവാദം കൊടുക്കില്ല. ചില കമ്മിറ്റിക്കാർ ചിലര് നല്ലവരാ. ഇതുപോലെ അതൊരു കമ്മിറ്റിക്കാരനെ കാറ് വാങ്ങി കൊടുത്തത്. അൽഹംദുലില്ലാഹ് അല്ലാഹു റഹ്മായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പൊ മഹല്ലുകൾ അൽഹംദുലില്ലാഹ് ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന ഈ അടുത്തൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തവരുണ്ട്. പായിപ്പാട് എന്ന് പറഞ്ഞ ഉസ്താദിനെ പറഞ്ഞു വിടത്തില്ല. അതാണ് പായിപ്പാടിന്റെ പ്രത്യേകത. ഇവിടെ നിന്ന് ഉസ്താദ് തന്നെ പോകലല്ലാതെ ഇവിടെ നിന്ന് ഉസ്താദും അടുത്തിറങ്ങി പോകലല്ലാതെ ഇവര് പറഞ്ഞു വിടുന്ന പരിപാടി ഇവർക്കില്ല. അതുകൊണ്ട് ഹൈറാകുന്ന കാലം വരെ എനിക്ക് ഹിദ്മത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖതമുൽ ഖുർആനിന്റെ ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ നമ്പർ ഒരു വാട്സപ്പിൽ ഒരു ഗൂഗിൾ പേയുടെ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ഒരു ഹദിയ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു മകന് വേണ്ടി എന്തെങ്കിലും ഒരു ഹദിയ ചെയ്യാൻ കഴിയുന്നവർ ഇൻഷാ അല്ലാഹ് ആ നമ്പറിൽ ഇട്ട് കൊടുക്കുകയും ഇൻഷാ അല്ലാഹ് അതിന്റെ വാട്സപ്പിലേക്ക് ആരും വിളിക്കരുത്. ആ നമ്പറിലേക്ക് വിളിക്കാതെ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങളുടെ ദുആ വസിയത്തുകൾ ഇട്ട് സഹായിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപ്പയില്ല 3 പെൺമക്കളാണ്. നല്ല നിലയിൽ വിവാഹം കഴിച്ചു വിടണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്താദ് ഒരു ഖത്ത് മോദിയിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരിക്ക് ആ മക്കൾക്ക് അല്ലാഹു നല്ല ഭാവിയും നല്ല ജീവിതവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരി വിസ അടിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരി ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടി കൂടെ ഉണ്ടാകാൻ, പെണ്ണായാലും ആണായാലും അല്ലാഹുവേ നല്ല സന്താനത്തിന് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പിന്നെ ഓൺലൈനിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ദുആ വസിയത്ത് വായിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരുപാട് പേര് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു പലരും എല്ലാവരും ദുആ വസിയത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് ഞാൻ ഒന്നും വായിക്കുന്നില്ല, സമയം 11 മണിയെ അടുത്തു. അപ്പൊ അതുകൊണ്ട് ദുആ ചെയ്യാം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ ആരെല്ലാം ഇത് കേൾക്കുന്നുണ്ടോ, ആരെല്ലാം ഇതിൽ പങ്കാളികളാകുന്നുണ്ടോ അല്ലാഹുവേ അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഇലാ ഹദ്റത്തു നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله ഒരു ഗ്രൂപ്പിൽ 380 ഖത്തം അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാറുകൾ ഇങ്ങനെ പലരും അൽഹംദുലില്ലാഹ് ഓരോ ഗ്രൂപ്പുകളിലായി പറഞ്ഞിട്ട് വാട്സാപ്പിൽ അറിയിക്കുന്നവരുണ്ട് ഇൻഷാ അല്ലാഹ് അതെല്ലാവരും ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു പിതാവാണ് 27-ാം രാവിന്റെ അന്ന് വെള്ളിയാഴ്ച രാത്രി 2:30 ആ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ മൂന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു കുടുംബത്തിന് സമാധാനവും ക്ഷമയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടുത്തെ ഉമ്മ വീണിട്ട് കയ്യൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് അല്ലാഹു ഉമ്മയ്ക്ക് ശിഫായും ആഫിയത്തുള്ള ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ വസിൽ മിസ്ല സവാബി മാ ഖറൈനാഹു ഹാദിഹി ഹദിയതൻ വാസില വറഹ്മതൻ നാസില വബറകതൻ ശാമില മിന്നാ ഇലാ ഹദ്റത്തി റൂഹി നബിയിനാ വഹബീബുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസിയ്യിദ് ദുനിയാ വഅദാബിൽ ആഖിറ റഹ്മ റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ ലോകത്തിന്റെ ദിവനായ അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ഈ നീട്ടുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലാഹ് അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ഖുർആൻ ആയിരക്കണക്കിന് ഖത്തമോദി പടച്ചവനെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് പടച്ചവനെ ഇസ്തിഗ്ഫാർ പറഞ്ഞു പടച്ചവനെ അഫ്ളൽ ദിക്റുകൾ പറഞ്ഞു പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അല്ലാഹുവേ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൈകൾ നീട്ടുകയാണ് തമ്പുരാനെ ഈ നീട്ടുന്ന കൈയെ നീ തട്ടിക്കളയല്ല റഹ്മാനെ നീ ഞങ്ങളെ വെറും കൈയോടെ മടക്കല്ല പടച്ചവനെ ഈ ഓതിയ ഖുർആൻ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ് ഇത് മുഴുവനും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ലോക മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ പ്രത്യേകിച്ച് ഇത് പാരായണം ചെയ്തവരുടെ കുടുംബത്തിൽ വാപ്പയും ഉമ്മയും കൂടപ്പിറപ്പും ഭർത്താവും ഭാര്യയും മക്കളും പലരും ഖബറിലാണ് റഹ്മാനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപാട് പേര് മരിച്ചു പോയവരുണ്ട് തമ്പുരാനെ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് അവര് മണ്ണിന്റെ അടിയിലാണ് റഹ്മാനെ അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ് അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ് നീ അവരോട് കരുണ കാണിക്കണേ അല്ലാഹ് അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ് അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ് ഈ ഓതിയ ഖുർആനിന്റെ മിസ്ല സവാബ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചവർ ഈ ഓതിയവരുടെ കുടുംബങ്ങളിൽ മരിച്ചവർ ഈ പള്ളിയുടെ ചുറ്റുപാടും ഖബറടക്കപ്പെട്ടവർ അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ് അവരുടെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാഹ് അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ് പടച്ചവനെ പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാഹ് എന്റെ മക്കളും എന്റെ കൂടപ്പിറപ്പുകളും എന്റെ കുടുംബക്കാരും എന്നെ മറന്നുപോയില്ലല്ലോ എന്നോർത്തവര് ഖബറിനകത്ത് കിടന്ന് സന്തോഷിക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടി അവര് ദുആ ചെയ്യണേ അല്ലാഹ് പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ് ആരെല്ലാം ആമീൻ പറയുന്നവരുണ്ടോ ഈ മജ്ലിസിലെ ദുആയിൽ ആരെല്ലാം പങ്കാളികളാകുന്നുണ്ടോ അവരുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവന് അവരുടെ
അവരുടെ രോഗങ്ങൾക്ക് ശിവ കൊടുക്കണേ പടച്ചവനെ, അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാന്, അവരുടെ കാഴ്ചപട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ തമ്പുരാന്. അല്ലാഹുവേ അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. ഞങ്ങൾ ചിരിച്ചും കളിച്ചും നടക്കുകയാണ് റബ്ബേ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാഹ്. മറ്റുള്ളവർക്ക് ഭാരമാനാകുന്ന ജീവിതം നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, കിടന്ന കിടപ്പിൽ കടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല അല്ലാഹ്. പടച്ചവനെ, അങ്ങനെ ഒരവസ്ഥ വരെ എത്തിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളെ കൈവിടല്ലേ തമ്പുരാന്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. കള്ളം കഞ്ചാവും മയക്കുമരുന്നിന്റെയും അടിമകളാക്കല്ല അല്ലാഹ്. പടച്ചവരെ, ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ല തമ്പുരാന്. പടച്ചവനെ, ഞങ്ങളോട് സ്നേഹമുള്ള മക്കളാക്കണേ തമ്പുരാന്. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുകയാണ് പടച്ചവന്. പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്, പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ വേദനിപ്പിക്കല്ല അല്ലാഹ്. അവർക്ക് മുന്നോട്ട് പഠിക്കാനുള്ള എല്ലാവിധ അവസരവും നീ ഒരുക്കി കൊടുക്കണേ അല്ലാഹ്. ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നൽകിയിട്ടുണ്ടോ അതിൽ മുഴുവനിലും നീ ബർക്കത്ത് നൽകണേ തമ്പുരാന്. നീ നിലനിർത്തണേ തമ്പുരാന്, നീ നിലനിർത്തണേ തമ്പുരാന്. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാന്. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹുവേ. അല്ലാഹുവേ, ഒരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ അതിഥിയായ പരിശുദ്ധമായ റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വന്നു റബ്ബേ. ഞങ്ങളെ സ്വീകരിച്ചു റബ്ബേ, ഞങ്ങളെ ബഹുമാനിച്ചു റബ്ബേ, ഞങ്ങളെ നോമ്പ് പിടിച്ചു റബ്ബേ, ഞങ്ങളെ നിസ്കരിച്ചു റബ്ബേ, ഞങ്ങളെ സദക്ക കൊടുത്തു റബ്ബേ, ഞങ്ങളെ സക്കാത്ത് കൊടുത്തു റബ്ബേ, ഞങ്ങളെ ഫിത്ർ സക്കാത്ത് കൊടുത്തു റബ്ബേ. ആ റമളാൻ എന്ന മഗ്രിബോട് കൂടി ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുന്നു തമ്പുരാനെ. ഞങ്ങളെ സങ്കടത്തിലാണ് തമ്പുരാനെ, ഞങ്ങളെ സങ്കടത്തിലാണ് തമ്പുരാനെ. എന്തൊരു അനുഭൂതിയായിരുന്നെന്നറിയുമോ അല്ലാഹ്. നിസ്കാരത്തിന്റെ മാധുര്യം ഞങ്ങൾ അറിഞ്ഞു റബ്ബേ, നോമ്പിന്റെ മാധുര്യം ഞങ്ങൾ അറിഞ്ഞു റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റം വന്നു പടച്ചവരെ. ആ റമളാൻ ഞങ്ങളോട് വിട പറഞ്ഞതിന്റെ സങ്കടത്തിലാണ് റബ്ബേ. ആ റമളാൻ ഞങ്ങളെ തിരിച്ചറിയണേ അല്ലാഹ്, ആ റമളാൻ ഞങ്ങളെ തിരിച്ചറിയണേ അല്ലാഹ്. നാളെ പരലോകത്ത് വെച്ച് റമളാൻ ഞങ്ങൾ അടുക്കലേക്ക് ഓടി വരണേ അല്ലാഹ്. റമളാൻ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാനിന്റെ ശഫാഅത്ത് കിട്ടുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് റമളാൻ പടച്ചവരെ ഇവരെ നരകം കൊടുക്കണം, ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, റമളാനിന്റെ പരിപൂർണ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.
ഉത്തരമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ചവരെ അല്ലാഹുവേ, ആയിരക്കണക്കിന് ഖതമുൽ ഖുർആൻ ഓതിയിട്ട് നിനക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ട് എല്ലാവരും ആഘോഷത്തിന്റെ പുറകിൽ നടക്കുമ്പോ അല്ലാഹുവേ, മൊബൈൽ കൈപിടിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ ദുആയിക്ക് ആമീൻ പറയുന്ന ആയിരങ്ങൾ കാത്തിരിക്കുകയാണ്. പടച്ചവരെ, നീ കൈവിടല്ലേ അല്ലാ, ഒരാളെ പോലും നീ കൈവിടല്ലേ അല്ലാ, ഒരാളെ പോലും നീ വേദനിപ്പിക്കല്ല അല്ലാ, നീ അവരെ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഈ ആമീൻ പറയുന്ന ഓരോരുത്തരുടെയും മനസ്സ് നിനക്കറിയാമല്ലാ, ഈ ഖുർആൻ ഓതിയവരുടെ പേര് നിനക്കറിയാമല്ലാ, അവരുടെ വീട് നിനക്കറിയാമല്ലാ, അവരുടെ മനസ്സ് നിനക്കറിയാമല്ലാ, അവരുടെ പേര് നിനക്കറിയാമല്ലാ. നീ കൈവിടല്ലേ തമ്പുരാന്, നീ കൈവിടല്ലേ തമ്പുരാന്. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്, അവർക്ക് സമാധാനമുള്ള ജീവിതം കൊടുക്കണേ തമ്പുരാന്, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാന്, അവരുടെ മക്കളെ നന്നാക്കണേ തമ്പുരാന്, അവരുടെ ഭാര്യമാരെ നന്നാക്കണേ തമ്പുരാന്, അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ തമ്പുരാന്, പരസ്പരം സ്നേഹമുള്ളവരാക്കണേ തമ്പുരാന്, റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള ഭവനമാക്കണേ തമ്പുരാന്. നീ അവരെ ഏറ്റെടുക്കണേ തമ്പുരാന്, അവരെ നീ കൈവിടല്ലേ തമ്പുരാന്. ഖുർആനിന്റെ അഹിലുകാരാക്കണേ തമ്പുരാന്, ഖുർആൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ തമ്പുരാന്. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഈ ആമീൻ പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുത്തവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ഉപ്പമാര്, ഒരുപാട് ഉമ്മമാര്, ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാന്. അല്ലാഹുവേ, ഫേസ്ബുക്കിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് തമ്പുരാന്. ഇന്നുവരെ കണ്ടിട്ടില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ സാദേ ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് തമ്പുരാന്. അവർക്ക് കൊടുക്കാൻ ഈ ദുആയല്ലാതെ വേറെ ഒന്നുമില്ല റബ്ബേ. നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ, നിനക്ക് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പ്രവാസികളായ സഹോദരങ്ങൾ, നീ അവരുടെ ജോലിയിൽ സ്ഥിരത കൊടുക്കണേ തമ്പുരാന്, അവർക്ക് സമാധാനം കൊടുക്കണേ തമ്പുരാന്, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്, അവരെ അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. പടച്ചവരെ, പടച്ചവരെ, അന്യനാട്ടിൽ കടന്ന് കഷ്ടപ്പെടുന്നവരെ നീ കാക്കണേ അല്ലാ. ലഗേജ് വരുന്നത് പോലെ കെട്ടി ജനാസ പെട്ടിക്കകത്തേക്ക് കയറ്റി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹീമായ റബ്ബേ, എല്ലാവരും സന്തോഷത്തിന്റെ വേളയിലാണ് തമ്പുരാന്. നാനാഭാഗങ്ങളിൽ ഈ സമുദായം വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് റബ്ബേ. ഫലസ്തീനിന്റെ മക്കളോട് കരുണ കാണിക്കണേ അല്ലാ. നീ പിഞ്ചുമക്കൾ വീണ് മരിച്ചു പോകുന്ന തമ്പുരാന്, പെണ്ണുങ്ങൾ വിധവകളാകുന്ന തമ്പുരാന്, കയ്യും കാലും മറ്റുപോയവരാകുന്ന പടച്ചവര്, അല്ലാഹുവേ, നീ അവരോട് കരുണ കാണിക്കണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ, അവരെ നീ സഹായിക്കണേ അല്ലാ. പടച്ചവനെ, കണ്ണ് തുറക്കണ്ടവരുടെ കണ്ണ് നീ തുറപ്പിക്കണേ അല്ലാ. റമളാൻ മാസത്തിൽ അവര് കണ്ണുനീരിലാണ് പടച്ചവര്. പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ദിവസത്തിലും ഒരു നേരത്തെ അന്നം പോലും ഇല്ലാതെ അവര് കരയുകയാണ് റബ്ബേ. നീ കരുണ കാണിക്കണേ അല്ലാ, നീ ദയ കാണിക്കണേ അല്ലാ, ലോകത്ത് സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ആ പുണ്യഭൂമിയിൽ നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരും രോഗികളായി കിടക്കുന്നുണ്ട്. ദുആ ചെയ്യാൻ ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ക്യാൻസർ വന്ന് കിടക്കുന്നവരുണ്ട് റഹ്മാനെ. കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിക്കുന്ന തമ്പുരാന്. ശരീരം കാല് മുറിക്കാൻ പറഞ്ഞവരുണ്ട് തമ്പുരാന്. മക്കളില്ലാത്തവരുണ്ട് തമ്പുരാന്. ജോലിയില്ലാത്തവരുണ്ട് തമ്പുരാന്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. ഉസ്താദേ, എനിക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, എന്റെ
എന്റെ മക്കളെ ഹാഫിളാക്കാൻ പറ്റിയില്ല. ഒരു ഖുർആൻ പഠിക്കുന്ന മകന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാനുള്ള ആഗ്രഹത്തോടെ ആരെല്ലാം സദഖ ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, അവരെ നീ കൈവിടല്ലേ അല്ലാ. സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പാനീയം കൊടുപ്പിക്കണേ അല്ലാ, സ്വർഗത്തിൽ താമസിക്കാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. നീ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, നീ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഈമാനുള്ള മരണം തരണേ അല്ലാ, ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. 100 പേരിൽ കൂടുതൽ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണത്തിന് തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല തമ്പുരാനെ, ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ല തമ്പുരാനെ, ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവരാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. അങ്ങനെ ഒരു പരീക്ഷണം തരല്ലേ അല്ലാ. പടച്ച റബ്ബേ, ഇത് അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ പെരുന്നാളിന്റെ രാത്രിയാക്കല്ലേ അല്ലാ. ഇതുപോലെ ഒരുപാട് നല്ല മജ്‌ലിസുകൾ, ഒരുപാട് റമദാനുകൾ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, ഖതമുൽ ഖുർആനിൽ പങ്കെടുത്തവർ, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞവർ, ഇഖ്ലാസ് ഓതിയവർ, പടച്ചവനെ ആയത്തുൽ കുർസി ഓതിയവർ, സ്വലാത്ത് പറഞ്ഞവർ, അല്ലാഹുവേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച എന്റെ കൂട്ടുകാർ, ഒരുപാട് അഡ്മിന്മാരായ കൂട്ടുകാർ, പാവങ്ങളാ പടച്ചവരെ, ആ മക്കള് സാധുക്കളാണ് തമ്പുരാരെ, നീ അവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാരെ. ആ മക്കളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാരെ. ആ മക്കൾ അല്ലാഹുവേ ഞങ്ങളെ സ്വർഗ്ഗത്തിലും നീ കൂട്ടുകാരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇങ്ങനെ ഒരു മജ്‌ലിസ് നടത്താൻ എല്ലാവിധ സൗകര്യവും ചെയ്തു തന്ന ഈ മഹല്ല് കമ്മിറ്റി, പടച്ചവനെ നീ മഹല്ലിനെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. നിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്നവരാക്കണേ അല്ലാ. നിന്റെ പള്ളിയെ പൊന്നുപോലെ പരിപാലിക്കുന്നവരാക്കണേ അല്ലാ. എന്നും നന്മയുടെ കൂടെ നിൽക്കുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ നീണ്ടിയ കയ്യനിയെ തട്ടിക്കളയല്ല തമ്പുരാനെ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട പിതാവ്, എന്റെ ജ്യേഷ്ഠനും എന്റെ ഭാര്യ പിതാവ് ഖബറിലാണ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. എന്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ കൂടപ്പിറപ്പുകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ ഭാര്യയും എന്റെ മക്കളും എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരുന്നവരാക്കണേ തമ്പുരാനെ. എന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. എന്നെ ഒരു ഹാഫിളിന്റെ വാപ്പയാക്കണേ അല്ലാ. എന്റെ ഭാര്യയുടെ മാതാവ് ഉൾപ്പെടെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ശബ്ദം നിലനിർത്തണേ റഹ്മാനെ. അഹങ്കാരത്തരല്ലേ പടച്ചവരെ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ. ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ട് തമ്പുരാനെ. ഈ ഓതിയ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പെരുന്നാളിന്റെ രാത്രി എന്ന ഈ പുണ്യ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. നീ ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, എന്റെ ഒരു കൂട്ടുകാരൻ അല്ലാഹുവേ മജയിൽ ക്യാൻസറിന്റെ ടെസ്റ്റിനയച്ച് പ്രയാസത്തിലാണ്. നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ആ കുടുംബത്തോട് കരുണ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരും
എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഉസ്താദേ ജോലിയായില്ല ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ. ഉസ്താദേ ലക്ഷങ്ങളുടെ കടമാണ് ദുആ ചെയ്യണേ എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട് തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ഈ രാത്രി വെറുതെയാക്കല്ല പടച്ചവനെ. ഈ ഇരുന്നത് ഈ 11:15 വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നത് വെറുതെയാക്കല്ല തമ്പുരാനെ. ഈമാനുള്ള ഒരു മരണം കിട്ടാൻ ഇത് കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഇതുപോലെ അടുത്ത കൊല്ലവും അല്ലാഹ് നിന്റെ ഖുർആൻ ഖത്തമോദി പടച്ചവനെ 10,000 ഓതിയ ഖത്തമിന്റെ ദുആ ചെയ്യാ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നൽകണേ അല്ലാഹ്. ഈ ദുആ സ്വീകരിക്കണേ റബ്ബേ. ഈ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. അല്ലാഹുവേ ആരെല്ലാം മൊബൈലിൽ കൈപിടിച്ചു കൊണ്ടിരുന്ന് പടച്ചവനെ ഈ ദുആയ്ക്ക് ആമീൻ പറയുന്നവരുണ്ടോ അവർക്ക് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. അവരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ പടച്ചവനെ. അവരുടെ കണ്ണുകൊണ്ട് പടച്ചവനെ നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഒരു സഹോദരി പടച്ചവനെ പാവപ്പെട്ടവർക്ക് കുറച്ച് കിറ്റ് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ട് പോയി റബ്ബേ. ആ സഹോദരിക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും അൽഹംദുലില്ലാഹ് 7ാമത്തെ കൊല്ലമാണ്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് ഇതിനെക്കാളും നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരുപാട് ഖുർആൻ ഓതി ഒരുപാട് നന്മകൾ ചെയ്ത് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുകയും ഇൻഷാ അല്ലാഹ് ആ ഖുർആൻ പഠിക്കുന്ന മകന് വേണ്ടിയുള്ള ആ ഒരു സദഖ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഈ ചെറിയ പെരുന്നാളിന്റെ ആ ഒരു സന്തോഷം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസക്കാലം എല്ലാവരും ഈദ് മുബാറക് ഈദ് മുബാറക് എന്നാ പറയാ. എല്ലാരും കാണുമ്പോ ഈദ് മുബാറക് ഈദ് മുബാറക് എന്നല്ലടോ. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. അതാണ് നമ്മൾ പറയേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വദാ. നിങ്ങൾ ഒരു മാസക്കാലം ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കട്ടെ. നമ്മൾ രണ്ടുപേരും ചെയ്തത് സ്വീകരിക്കട്ടെ. ആമീൻ അൽഹംദുലില്ലാഹ്. അതാണ് പറയേണ്ടത്. അതിനുശേഷമാണ് ഈദ് മുബാറക്കിന്റെ സന്തോഷം ഇങ്ങോട്ടും പങ്കുവെക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ അൽഹംദുലില്ലാഹ് ഈദ് മുബാറക് ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവരും നാളെ അൽഹംദുലില്ലാഹ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം തേച്ച് ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പോകലാണ് സുന്നത്ത്. ഭക്ഷണം കഴിച്ചിട്ട് പോകലാണ് സുന്നത്ത്. അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ പോവുകയും പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും മുസാഫഹത്ത് ചെയ്യുകയും കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ് സ്നേഹത്തോടെ പിരിയുക. കുടുംബക്കാരെ മുഴുവനും പോയി സന്ദർശിക്കുക. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അല്ലാഹു എല്ലാം ഖൈറിലാക്കുമാറാകട്ടെ. എല്ലാവരും ഈ പാവപ്പെട്ട എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മറക്കാതെ ദുആ ചെയ്യണേ എന്ന വസിയ്യത്തോടെ അല്ലാഹു ഇനിയും കാണാനും നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എനിക്ക് ചെറിയ രോഗങ്ങളും പ്രയാസങ്ങളുണ്ട്. അപ്പൊ എല്ലാമൊന്നും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹ് ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് കേൾക്കുകയും പങ്കാളികളാവുകയും ചെയ്യുക. അല്ലാഹു നമ്മളെ അവന് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണേ എന്ന വസിയ്യത്തോടെ دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.